സാറയാണ് എൻ്റെ മകൻ. നമ്മുടെ റോണപ്പൻ്റെ 20ാമത് ബർത്ത്ഡേ ആണ് ഇന്ന് വൈകുന്നേരമായിരുന്നു കേക്ക് കട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഗ്രീനങ്ങാടി കാക്കനാട് അടുത്തൊരു ഷോപ്പിലാണ് കേക്ക് പറഞ്ഞിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്കിന്. പക്ഷേ ഡിസൈൻ ഞാൻ പറഞ്ഞ പോലെ ഒന്നും വന്നിട്ടുമില്ല. എനിക്കിഷ്ടപ്പെട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, എനിക്ക് ഡിസൈൻ ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ കേക്ക് നല്ലതായിരുന്നു, ഒരുപാട് മധുരമൊന്നുമില്ലാതെ നമുക്ക് ഇഷ്ടപ്പെടും കേക്ക്. അപ്പോൾ ഇവൻ്റെ റോണിൻ്റെ കൂട്ടുകാരെല്ലാവരും തലേദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. 10-12 പിള്ളേരുണ്ട്. നമ്മൾ പഴയ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്തൊക്കെ ഒന്നും ഈ പിള്ളേർക്ക് വന്ന് നിൽക്കാനൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വരുന്നത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മൊത്തം ആകെ ഒരു ബഹളമാണ്. അപ്പോൾ എനിക്ക് ഈ ബർത്ത്ഡേ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഇവൻ്റെ ഈ പ്രായത്തിലാണ് ഞാൻ എൻ്റെ റോണപ്പനെ പ്രഗ്നൻ്റ് ആവുന്നത്. എൻ്റെ 20ാമത്തെ വയസ്സിലാണ് ഞാൻ ഗർഭിണിയാകുന്നത്. സിസേറിയനായിരുന്നു. അങ്ങനെയാണ് റോണിൻ്റെ അമ്മയാകുന്നത്. 20 വർഷം ഞാൻ ബാക്കിലേക്ക് ചിന്തിക്കുമ്പോൾ ഇവന് ചെവി കേൾക്കില്ല, സംസാരിക്കില്ല എന്നൊരു തിരിച്ചറിവുണ്ടായ സമയത്ത് നാട്ടുകാരൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്, അയ്യോ പൊട്ടനാണല്ലേ, ഈ പൊട്ടനെയും കൊണ്ട് എന്ത് ചെയ്യും? ഇന്ന് ഈ പൊട്ടൻ 20 വർഷം കഴിയുമ്പോൾ ഇവൻ ചുവട് വയ്ക്കാത്ത ഒരു മേഖലയുമില്ല. വിജയിക്കാതെ അവൻ ഒരിക്കൽ പോലും വന്നിട്ടില്ല, ഒരിക്കൽ പോലും തിരിച്ചു വന്നിട്ടില്ല. അതിന് ഇവനെ സഹായിച്ച ടീച്ചേഴ്സ്, സിസ്റ്റേഴ്സ്, എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോയപ്പോഴും എന്നെ മകനെ ചേർത്ത് പിടിച്ച് ഇവൻ ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നില്ല ഒരു തോറ്റൊരു മേഖല ഉണ്ടായിട്ടില്ല. പക്ഷേ അവൻ തോൽവിനെ നേരിടാനും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ തകർന്നു പോവാത്ത രീതിയിൽ അവന് നിൽക്കാൻ പറ്റും. കാരണം എല്ലാ പോരായികളും എൻ്റെ കുഞ്ഞ് കണ്ടും കേട്ടുമാണ് വളർന്നു വന്നിരിക്കുന്നത്. അവന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ചിലതൊക്കെ ഞാൻ അറിഞ്ഞ് ചെയ്തു കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരാഗ്രഹം അവനൊരിക്കലും വിചാരിച്ചിട്ടില്ല. അവൻ എന്നോട് ഇത് വേണമെന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെടാതെ തന്നെയാണ് ഈ ഫോണിൻ്റെ മുമ്പത്തെ ഒരു ഫോണും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന് ഒരു ഫോൺ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു ഫോൺ അവന് വാങ്ങിച്ചു കൊടുക്കുമെന്നോ അവൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. അവൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. കാരണം ഇതിനു മുമ്പ് ഈ ഫോണിൻ്റെ തന്നെ വേറൊരു മോഡൽ വാങ്ങിച്ചു കൊടുത്തതായിരുന്നു. എനിക്ക് വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്ക് ആ സാധനം എന്തുകൊണ്ടാണെന്നാറോ എനിക്ക് ആപ്പിളിൻ്റെ ഫോൺ ഉപയോഗിക്കാൻ പറ്റണില്ല കേട്ടോ. അത് ഇച്ചിരി തലയൊക്കെ വേണം. എനിക്കാണെങ്കിൽ തലയിൽ അത്ര ആൾതാമസമൊന്നുമില്ല. അപ്പോൾ അവന് കൊടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു അവന് ഞാൻ വാങ്ങിച്ചു കൊടുക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. അയ്യോ, അവൻ അങ്ങ് കൈയൊക്കെ വിറക്കുമായിരുന്നു. കൈയൊക്കെ ഇങ്ങനെ കിടന്ന് വിറക്കുന്നു അവൻ്റെ. അത്രയും സന്തോഷമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇവൻ്റെ 20 വർഷത്തിൽ ഞാൻ ഇത്രയും ഇവൻ സർപ്രൈസായിട്ട് നിൽക്കുന്നതും അത്രയും സന്തോഷവും എനിക്കറിയത്തില്ല എങ്ങനെ പറയണമെന്ന്. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി എൻ്റെ കുഞ്ഞിനെ അങ്ങനെ കണ്ടല്ലോ. ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ മാതാപിതാക്കളും ചിന്തിക്കണ്ടാവും, അടുത്ത ദിവസം ഞങ്ങളില്ലെങ്കിൽ ഇവർക്ക് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി കൂടി ആലോചന കൂടുതലുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് ആരും തന്നെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനില്ലെങ്കിൽ ഇവൻ ഈ ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കാൻ ആരാ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇത് പിട്ടാപ്പള്ളി എറണാകുളത്ത് ബജാജിൻ്റെ ലോണിലാണ് എടുത്തത്. റെഡി ക്യാഷ് എടുക്കാൻ പറ്റില്ല. ലോൺ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് അടക്കാൻ പറ്റും. അപ്പോൾ ലോണിലാണ് എടുത്തത് എന്നെല്ലാം ഇവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുട്ടികളോട് അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അറിയിക്കാതെ വളർത്തുന്നതും അറിഞ്ഞ് വളർത്തുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ലോൺ എടുത്താണ് വാങ്ങിച്ചത്. അമ്മ ഇനി ഒന്നും വാങ്ങിച്ചു തരത്തില്ല. ഇനി മോൻ തന്നെ ജോലിയൊക്കെ കിട്ടി വണ്ടിയൊക്കെ വാങ്ങിക്കണം. ഭയങ്കര പ്രാന്തനാണ്. ബൈക്ക് ഭയങ്കരമായിട്ട് വേണം. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ബൈക്കിന് പിള്ളേർ പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അറിയാലോ, പ്രായം ഇതായതുകൊണ്ട് ഒന്നും തലയിൽ കയറത്തില്ല. അപ്പോൾ ഞാനതങ്ങ് ആ വഴിക്ക് വിടും. ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ കുട്ടികളെല്ലാവരും ഡെഫാണ് കേട്ടോ ഉള്ളത്. ഇവരിൽ ഉള്ളൊരു പ്രത്യേകത എന്താണെന്നറിയോ, ഇവർ നല്ല ബുദ്ധിയുള്ള പിള്ളേരാണ്. അതുകൂടാതെ നമ്മൾക്ക് ഇന്ന് കാണാത്ത മനുഷ്യത്വമുണ്ട്. ഒരാൾക്കൊരു സന്തോഷം കിട്ടുമ്പോൾ കൂടെയുള്ള നമുക്ക് പലർക്കും ഉള്ളറിഞ്ഞൊന്ന് ചിരിക്കാൻ പോലും പറ്റാറില്ല. പക്ഷേ ഈ കുട്ടികളുടെ ആ ചിരിയുണ്ടല്ലോ, അവൻ്റെ ബർത്ത്ഡേക്ക് അവനൊരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ എന്ത് സന്തോഷമാണ്. നമ്മുടെ സച്ചിമോനാണ് കേട്ടോ ഇത്. സച്ചിമോൻ വരാനായിട്ട് കുറച്ച് വൈകിപ്പോയി. അവൻ വർക്കിംഗ് ആണ്. അപ്പോൾ അവനോട് എത്തിയപ്പോഴേക്കും കേക്കൊക്കെ വായിൽ വെച്ച് കൊടുത്ത്. നമ്മുടെ പിള്ളേർക്ക് ലൂക്കാച്ചനും ലോക്കിക്കുഞ്ഞിനും ഞാൻ സ്വീറ്റ്സ് ഒന്നും കൊടുക്കാറില്ല. പക്ഷേ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ വരുമ്പോൾ എനിക്ക് അവർക്കൊരു കുഞ്ഞ് പീസ് കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പിറ്റേ ദിവസം ഞാൻ പോയി ശ്രദ്ധിക്കാനും തുടങ്ങും, എന്തെങ്കിലും പറ്റുന്നുണ്ടോ. രോമമൊക്കെ കൊഴിയാൻ ഭയങ്കര ഇതാണ്. ലൂക്കാച്ചന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ലൂക്കാച്ചൻ്റെ കവളത്ത് കൊണ്ടുപോയി അവൻ ആ കേക്ക് വെച്ച് കൊടുത്തത്. ലൂക്കാച്ചനപ്പോൾ ഒന്ന് പുറകോട്ട് മാറി, എന്നാലും അത് കഴിച്ചു. അപ്പോൾ പാരൻസിനൊക്കെ അറിയാൻ പറ്റും നമുക്ക് സ്വീറ്റ്സ്
പെറ്റ്സിന് അത്ര നല്ലതല്ല. പിന്നെ എല്ലാവരും കൂടിയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മുടെ വീട്ടിലുള്ള അമൃതയുടെ പിള്ളേരൊക്കെയാണ് കേട്ടോ, കൊച്ചുങ്ങൾ പെൺകുട്ടികൾ നിൽക്കുന്നത്. ഒരു കൂട്ടുകാരൊക്കെയാണ്, അന്ന കൊച്ചുണ്ട്, പിന്നെ നമ്മുടെ ഇവിടെ വീട്ടിൽ നിന്ന് പോയ ചേച്ചിയും ചേച്ചിയുടെ മക്കളും, ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി. ഇവരൊന്നും എൻ്റെ ആരുമല്ല, പക്ഷെ ഇവരെല്ലാമാണ് എൻ്റെ ബന്ധുക്കൾ എന്ന് പറയുന്നത് എൻ്റെ ആരുമല്ലാത്തവരാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ കാണാം.